പരിശുദ്ധമായ ഈ റബീഉൽ ആഖിറിൽ അത്ഭുതകരമായ ഈ ഒരു ദിക്ർ 250 തവണ നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യവും പെട്ടെന്ന് നിറവേറി കിട്ടും. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സങ്കടങ്ങളും പെട്ടെന്ന് മാറിക്കിട്ടും. ഏതാണ്, എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ മജ്‌ലിസ് മുഴുവനായും കേൾക്കുക. ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചിക വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയ്യത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അള്ളാഹുവെ പടച്ചവൻ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതൻ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. രണ്ടാം സ്ഥാനം 1,25,000-ഓളം വരുന്ന പ്രമുഖരായ, പ്രശസ്തരായ, പ്രഗത്ഭരായ പ്രവാചകന്മാർക്കാണ്. ആ പ്രവാചകന്മാര് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം പഠിക്കൽ നിർബന്ധമാണ് എന്ന് നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പഠിച്ച 10 മലക്കുകളുണ്ടല്ലോ. തഫ്സീലു അശ്ശരി മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്രാഫീലു അസ്റായീലു മുൻകർ നകീറും വറകീബും വകദ അതീദു മാലികും വരിദ്വാനുൻ ഖുദാ എന്ന് തുടങ്ങുന്ന 10 മലക്കുകൾ. ഈ മലക്കുകൾക്കാണ് മൂന്നാം സ്ഥാനം. നാലാം സ്ഥാനം മനുഷ്യന്മാരിലെ ഔലിയാക്കൾക്കാണ്. ഔലിയാക്കൾ കഴിഞ്ഞാലോ 5-ാമത്തെ സ്ഥാനം അള്ളാഹു നൽകിയിരിക്കുന്നത് മറ്റുള്ള സാധാരണക്കാരായ മലക്കുകൾക്കാണ്. 5-ാം സ്ഥാനം മലക്കുകളുടെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരായ മനുഷ്യന്മാർക്കാണ് അള്ളാഹു മഹത്വം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ 4-ാം ദറജയിലുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ആ ഔലിയാക്കളുടെ മാസം എന്നറിയപ്പെടുന്ന ഒരു മാസമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ റബീഉൽ ആഖിർ. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മഖ്ബറകൾ സുഗന്ധപൂരിതമാകുന്ന അനുഗ്രഹീതമായ ഈ റബീഉൽ ആഖിറിന്റെ രാപ്പകലുകൾ ഔലിയാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തായ പരിശുദ്ധമായ റബീഉൽ ആഖിർ. ഒരുപാട് ഔലിയാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു. ഔലിയാക്കളെ തവസ്സുലാക്കിയിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ, ഔലിയാക്കളെ മദ്ഹ് പറഞ്ഞ് മൗലിദ് ഓതിയവരുടെ മാല പാടിയിട്ട് അവർക്ക് നേർച്ച നടത്തിയിട്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ, അവരോട് നമ്മൾ സഹായം തേടിക്കഴിഞ്ഞാൽ, അവരെ മുൻനിർത്തിയിട്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ, തവസ്സുലാക്കി കഴിഞ്ഞാലൊക്കെ നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മുൻഗാമികളാൽ ചെയ്തു വരുന്നതാണ്. കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് റബീഉൽ ആഖിറിലൊക്കെ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചേർത്ത് പിടിക്കുന്നതിലൂടെ, അവർക്ക് ഫാത്തിഹ ഓതുന്നതിലൂടെ, അവരുടെ ആണ്ട് നടത്തുന്നതിലൂടെ അവരുടെ സഹായവും അവരുടെ ബറക്കത്തൊക്കെ കിട്ടിയ അനുഭവം നമ്മുടെ മുൻഗാമികൾക്കുണ്ട്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ സ്മരിക്കപ്പെടുന്ന അനുഗ്രഹീതമായ റബീഉൽ ആഖിറിലാണ് നമ്മളുള്ളത്. പരിശുദ്ധമായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇവിടെ രചിക്കപ്പെട്ടിട്ടുണ്ട്. മുഹ്യിദ്ദീൻ മാല, മുഹ്യിദ്ദീൻ മൗലിദ്, മുഹ്യിദ്ദീൻ റാത്തീബ്, പരിശുദ്ധമായ ഖുത്ബിയത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബൈത്തുകളും മദ്ഹുകളും മാലകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ട പരിശുദ്ധമായ ഖുത്ബിയത്ത്, ആ ഖുത്ബിയത്ത് രചിച്ചത് ഏറുവാടിക്കടുത്തുള്ള സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന മഹാനാണ്.
സദഖത്തുല്ലാഹിൽ കാഹിരി ബഹുമാനപ്പെട്ടവർ ഈ കുത്തുബിയത്തിൽ അത്ഭുതകരമായ ചില വചനങ്ങൾ പറയുന്നുണ്ട്. ആ വചനങ്ങൾ ഇങ്ങനെയാണ്: വമയ്യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മം ബിഹിമ്മതിഹി സുർമൻ ലിഅഫവതിഹി അജബതുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫൽയദഉ യാ അബ്ദൽ ഖാദിർ ജീലാനി എന്നുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം? ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി ബഹുമാനപ്പെട്ടവർ പറയാണ്, മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല പറയുന്നതായിട്ട് ഉദ്ധരിക്കുകയാണ്: വമയ്യുനാദിസ്മി, എൻ്റെ ഇസ്മിനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ, അൽഫൻ ബി ഖൽവതിഹി, ഖൽവത്തിലായിട്ട് 1000 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ, അസ്മം ബി ഹിമ്മതിഹി സുർമൻ ലിഅഫവതിഹി, നല്ല ദൃഢമായ വിശ്വാസത്തിൽ ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ചുകൊണ്ട്, അത് രാത്രി തന്നെ ആകണമെന്നില്ല, ഒഴിഞ്ഞ സ്ഥലത്ത് ആരുമില്ലാത്ത റൂമിൽ മാക്സിമം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് മാക്സിമം വെളിച്ചം വരുന്ന ഭാഗങ്ങളൊക്കെ അടച്ച് നമ്മൾ ഒരു ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മറ്റുള്ള ശല്യങ്ങളൊന്നും ഇല്ലാതെ ഒരു അടച്ചു പൂട്ടിയ ഒരു റൂമിലിരുന്നു കൊണ്ട്, അതിനാണ് ഖൽവത്ത് എന്ന് പറയാം. അങ്ങനെയുള്ള ഖൽവത്തിലിരുന്നു കൊണ്ട് ആരെങ്കിലും എൻ്റെ പേര് 1000 പ്രാവശ്യം ഉച്ചരിച്ചു കഴിഞ്ഞാൽ, അജബതുഹു മുസ്രിഅ, പെട്ടെന്ന് തന്നെ ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല പറയുന്നതായിട്ട് സദഖത്തുല്ലാഹിൽ കാഹിരി ബഹുമാനപ്പെട്ടവർ കുത്തുബിയത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവർ നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ട്, ഏതെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിക്കപ്പെടാനുണ്ട്, അത് ഏത് ആവശ്യമാകട്ടെ, ഖൈറായ ഹലാലായ ഏത് ആഗ്രഹമാകട്ടെ, അല്ലെങ്കിൽ ഒരു വിഷമം മാറിക്കിട്ടാനുണ്ട്, ഒരു പ്രയാസം മാറിക്കിട്ടാനുണ്ട്, ഒരു സങ്കടം മാറിക്കിട്ടാനുണ്ട്, അത് നെയ്യത്താക്കിയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ടവരെ വിളിച്ചു കഴിഞ്ഞാൽ, 1000 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ, അജബതുഹു മുസ്രിഅ, പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ടവർ ഉത്തരം നൽകും, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് മേടിച്ചു തരുമെന്ന് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ കാഹിരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പരിശുദ്ധമായ കുത്തുബിയത്തിൽ പറയുകയാണ്. അതുകൊണ്ട് ഫൽയദ്ഉ, നിങ്ങൾ വിളിച്ചുകൊള്ളുക, യാ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മുടെ മഹത്തുക്കൾ, നമ്മുടെ മുൻഗാമികൾ ഈ ഒരു ബൈത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല വിളിക്കുന്ന ഒരു രീതി എന്നുള്ളത് യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നുള്ളതാണ്. ഇത് 250 തവണ നമ്മൾ ചൊല്ലിയാൽ മതി. കാരണം യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നുള്ളതിൽ 4 പ്രാവശ്യം മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല വിളിക്കുന്നുണ്ട്. യാ ഗൗസു മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല വിളിക്കുകയാണ്, യാ മുഹയ്യിദ്ദീൻ മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല വിളിക്കുകയാണ്, അബ്ദുൽ ഖാദിർ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല വിളിക്കുകയാണ്, ജീലാനി മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആല വിളിക്കുകയാണ്. അപ്പൊ യാ ഗൗസു യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറഞ്ഞാൽ അതിൽ 4 വിളിയുണ്ട്. അപ്പൊ 250 തവണ നമ്മൾ ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിയാൽ തന്നെ ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശിഅർ റളിയല്ലാഹു തആലയെ 1000 പ്രാവശ്യം വിളിക്കുന്നതിന് തുല്യമായി ബഹുമാനപ്പെട്ടവരുടെ സഹായം നമുക്ക് കിട്ടാൻ, നമ്മുടെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, നമ്മുടെ സങ്കടങ്ങൾ മാറിക്കിട്ടാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരം ലഭിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ടവരെ നമ്മൾ വിളിക്കാൻ വേണ്ടി തയ്യാറായിക്കോ. പ്രത്യേകിച്ച് അതിനുള്ള ഏറ്റവും വലിയ പരിഗണനയും ഇജാബത്തൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലുള്ള ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിൻ്റെ മാസമായ ഈ റബീഉൽ ആഖിറിൽ നമ്മൾ അദ്ദേഹത്തെ വിളിക്കാൻ മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കളെ വിളിക്കാനും ഔലിയാക്കളെ വിളിക്കാനും അവരെ തവസ്സുലാക്കാനും ഒക്കെ വിശുദ്ധമായ ഖുർആനിൽ തന്നെ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു നമ്മോട് നിർദ്ദേശിച്ചതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ ഔലിയാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുക. അവരിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് കടന്നു ചൊല്ലുക. അള്ളാഹുവിൻ്റെ സഹായം നമ്മൾ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അമ്പിയാക്കളെയും ഔലിയാക്കളെയും ചേർത്ത് പിടിക്കാനും അവർ ജീവിച്ചതുപോലെ ജീവിക്കാനും അവരെ സ്നേഹിച്ചതിന് പകരമായി നാളെ പരലോകത്തവരുടെ കൂടെ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.